ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ചാനലിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്താണ് അവരുടെ അടുത്ത ആക്ഷൻ ഉണ്ടാവാൻ പോണത്, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം എന്താണ് മെസ്സേജസ് വരണതെന്ന്. ഹലോ, അപ്പോൾ ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് വരണതെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 9 of Swords, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഹയറോഫാന്റ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ചാരിയറ്റ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ 6 of Pentacles, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജസ്റ്റിസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് 3 of Swords, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 5 of Swords ആണ്. പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 9 of Wands, ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നത് 8 of Cups, ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ക്യാൻസർ ഇവിടെ 9 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 9 of Swords ഇവിടെ സ്ട്രെസ്സിൻ്റെ എനർജിയാണ്, ടെൻഷൻ എടുക്കുന്ന എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ഔട്ടാണ്. എന്തോ നടക്കുന്നുണ്ട് നിങ്ങളുടെ കറൻറ്റ് റിലേഷൻഷിപ്പിൽ, ഇല്ല വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തോ നടക്കുന്നുണ്ട്. രാത്രി നിങ്ങൾക്ക് ഉറക്കമില്ല ശരിക്കും. എന്താണ് 9 of Swords ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ എനർജി കാണുന്നത്? ഇതൊരു ഫാമിലി റിലേറ്റഡ് ഇഷ്യൂ ആവാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചാവാം. അപ്പോൾ എന്തോ ടെൻഷൻ ഉണ്ട് ഫാമിലിയിൽ. 10 of Pentacles എന്താണ് ഇവിടെ? 7 of Pentacles. നിങ്ങൾ വെയിറ്റ് ചെയ്യണു എല്ലാം ശരിയാവുമെന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യണു. പക്ഷെ എന്തോ ഡെഫിനറ്റ്ലി എന്തോ ഒരു സ്ട്രെസ് ഉണ്ട്. ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജിയിൽ ഹൈറോഫാണ്ട്. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളും മാരീഡാണ്. അതുകൊണ്ടാണ് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇഷ്യൂസ് പറഞ്ഞാൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടുമായിരിക്കാം. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇപ്പോൾ 4 of Pentacles ആണ്. ഈ സിറ്റുവേഷൻ അവരിപ്പോൾ പിന്മാറിക്കണു പറഞ്ഞാൽ അവരിപ്പോൾ അത്ര എഫേർട്ട് ഇടണില്ല മുമ്പത്തെ മാതിരി. കമ്മ്യൂണിക്കേഷനിലില്ല, മെസ്സേജില്ല, എന്തോ അവർ വിഡ്രോ ചെയ്ത് ഇരിക്കണു പറഞ്ഞാൽ ആ എഫേർട്ട് കുറവാണ് അവരുടെ ഭാഗത്തുനിന്ന്. കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടാളുടെയും ചാരിയറ്റാണ്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്, പക്ഷേ ഇതൊരു ചോയ്സിൻ്റെ എനർജിയുമാണ്. ഈ സിറ്റുവേഷൻ, ഈ കണക്ഷൻ ഇപ്പോൾ ഏത് ഡിറക്ഷനിലേക്കാണ് പോവുക? ഇവിടെ ഞാൻ ഹീലിംഗ് എനർജി കാണുന്നുണ്ട്, ഒരു ബാലൻസിൻ്റെ എനർജി കാണുന്നുണ്ട്, റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. പാസ്റ്റിൽ എന്താ ഉണ്ടായേ 6 of Pentacles. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ആയിരുന്നു. ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഉണ്ടായിരുന്നില്ല. 2 of Wands. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ, കുറേ ഒരു പ്ലാനിങ് എനർജി ഉണ്ട്, പക്ഷേ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല, അങ്ങനത്തെ എനർജി. ഇപ്പോൾ ഇവിടെ ജസ്റ്റിസ് എനർജിയാണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ റീകൺസിലിയേഷൻ വേണം, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫെയർനെസ് വേണം. ഈ സിറ്റുവേഷൻ ഫെയർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി ഉണ്ട്. ഇപ്പം നിങ്ങൾ മാരീഡ് ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഡിവോഴ്സിൻ്റെ എനർജി, മേ ബി നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ടി വരും, ഇപ്പം വേണം എന്നുണ്ടാവും. സെപ്പറേറ്റഡ് എനർജിയിലായിരിക്കാം നിങ്ങൾ. അതല്ല വെച്ചാൽ
ഡിവോഴ്സ് നിങ്ങൾക്ക് വേണ്ടച്ചാൽ ഇത് ഒരു റീകൺസിലേഷൻ്റെ എനർജിയും ആവാം. 2 of Pentacles ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഷുവർ അല്ല, നിങ്ങളുടെ എനർജി 2 ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്. ഇവിടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള ചോയ്സും ഉണ്ട്, റിലേഷൻഷിപ്പിൽ റീകൺസൈൽ ചെയ്യാൻ ആ ചോയ്സും ഉണ്ട്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ബാലൻസ് വേണം എന്നുണ്ട്. നിങ്ങളുടെ വിഷ് അതാണ്. അത് ഈ സിറ്റുവേഷനിൽ റീകൺസിലിയേഷൻ ഉണ്ടെച്ചാൽ ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ വിഷ് ഉള്ളത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഫീലിങ്സിൽ 3 of Swords. ഇവർ ഹാർട്ട് ബ്രോക്കൺ ആണ്, കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. കിങ് ഓഫ് വോൺസ്, ഇവിടെ ഒരു ഫയർ സൈനിനെ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു നല്ല ഔട്ട്കം ഉണ്ടാവും എന്ന് അവർ ഹോപ്പ് ചെയ്യണു. അവർ നിങ്ങളുടെ മെസ്സേജിൽ വെച്ചാൽ കോളിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 5 of Swords ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സൻ്റെ അടുത്ത് കുറച്ചൊരു നിങ്ങളുടെ എനർജി നെഗറ്റീവാണ്. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിലും. നിങ്ങൾക്ക് കുറച്ചൊരു ദേഷ്യമുണ്ട് ഈ പേഴ്സണിന് വേണ്ടി. ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് 2 ആൾക്കാരുടെ ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സാണ് എടുക്കേണ്ടത്. ഈ പേഴ്സൺ ആണോ ഒരു പുതിയ ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത്? ആ ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ആ ചോയ്സ് ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കണേ. ഈ സിറ്റുവേഷനിൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറച്ച് വാക്ക് അവേ ചെയ്യാനുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ കൂടുതൽ എഫേർട്ട് ഇടണം എന്നുണ്ടാവില്ല. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ 9 of Wands. അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ഓഫ് ചെയ്യുമോയെന്ന്. എംപറർ, ഏരീസ് എനർജി. എന്തോ ഇവർ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ ഇവരുടെ മനസ്സിലുണ്ട്, ശരിയല്ല ഇവർ. എന്തോ ഇവർ നിങ്ങളോട് ഓണസ്റ്റായിട്ട് തുറന്ന് പറയൂണില്ല. എന്തോ അവരുടെ സീക്രറ്റ്സ് ഉണ്ട്. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ കിങ് ഓഫ് സോഡ്സ് നിങ്ങളുടെ ആക്ഷൻ കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യണോ. നിങ്ങൾ ചിലപ്പോൾ ഒരു ലോയറിനെയും കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അതല്ലച്ചാൽ ഒരു കൗൺസിലറിനെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, ഒരു ഡോക്ടറിനെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഹീൽ ചെയ്യണം എന്നുണ്ട് മെൻ്റലി, ഇമോഷണലി. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 8 of Cups ആണ്. അവർ ഈ സിറ്റുവേഷനിൽ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. അവർ ഹാപ്പി അല്ല. പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ അവർക്ക് റീകൺസിലേഷൻ വേണം എന്നുണ്ട്, പക്ഷേ അവർക്ക് അറിയാം ഈ സിറ്റുവേഷനിൽ എന്തോ ശരിയല്ല എന്ന്. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യാണ്. ചിലപ്പോൾ എനിക്ക് ഈ സിറ്റുവേഷനിൽ വാക്ക് അവേ ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറല്ല എന്ന് അവർക്ക് എവിടെയോ അറിയാം. പറഞ്ഞാൽ അവർക്ക് അറിയാം നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ഡിഫിക്കൾട്ട് ആവും എന്ന് അവർക്കറിയാം. ഇവിടെ എന്തോ ഒരു പ്രഗ്നൻസിയുടെ എനർജിയും കാണാണ്ട്. അപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആണോ അതല്ല വെച്ചാൽ ഇവിടെ എന്തോ ഒരു വേറെ തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആയിരിക്കാം. അതായിരിക്കും ഈ പേഴ്സൺ ഹൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക, ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ടാവുക. 8 of Swords ഉണ്ട് ഇവിടെ. 8 of Swords ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട് ലവിൽ. ഒരു എപ്പോളജിയുടെ എനർജി ഉണ്ട്. ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരണ എനർജി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും, മാപ്പ് ചോദിക്കാൻ നോക്കും, എല്ലാം ട്രൈ ചെയ്യും അവർ. പക്ഷേ ഇവിടെ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഉള്ളത്? യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനായി കാണാണ്ട്, ടോറസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ചിൽഡ്രൻ. യുവർ ലവ് ലൈഫ് ഇസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മാരീഡ് ആണെന്ന് വെച്ചാൽ മേ ബി അവരുടെ പാർട്ട്ണർ പ്രഗ്നൻ്റ് ആയിരിക്കാം. ഇത് നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമമായി ഇത് അറിഞ്ഞപ്പോൾ. നിങ്ങൾക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ മാരീഡ് ആണ്. അത് വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്തോ ഇവിടെ കുട്ടികളുടെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഇവിടെ എന്തോ ഈ പേഴ്സൺ ഒളിപ്പിക്കുന്നുണ്ട്, ഒന്നും ശരിയായി പറയൂല്ല. എന്തോ സീക്രട്ട് ഉണ്ട് ഈ പേഴ്സൻ്റെ. അപ്പോൾ എന്തായാലും ഇവിടെ ഇതാണ് സ്റ്റോറി. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. കമൻറ്റ് ചെയ്ത് പറയുക ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.